നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയെ തളച്ചു. ദേവസ്വം കൊമ്പൻ ശ്രീധരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. സംഭവം വിളക്കെഴുന്നള്ളിപ്പിനിടയിൽ. മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മുന്നണികൾക്ക് 9 വീതം സീറ്റുകളുമായി നിലനിൽക്കുന്ന ചേന്നമംഗലം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ദധ്യന്യ മാസാചരണത്തിന് തുടക്കമായി. ധനുമാസ നാളുകളിൽ അഭിഷേകത്തിന് ശേഷം ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയെ തളച്ചു. ദേവസ്വം കൊമ്പൻ ശ്രീധരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന് ഇടയിലായിരുന്നു സംഭവം. ആനയെ ഉടൻ തളയ്ക്കാൻ സാധിച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള അന്നമനട, പൊയ്യ, കുഴൂർ, ആളൂർ എന്നിവിടങ്ങളിൽ UDF-നാണ് മുൻതൂക്കം. മാളയിൽ മാത്രമാണ് LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് UDF ഭരിക്കും. UDF വിജയക്കുതിപ്പ് നടത്തിയ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ പൊയ്യ ഡിവിഷൻ 11-ൽ നിന്ന് വിജയിച്ച സുഭാഷിണി രാജീവ് പ്രസിഡന്റാവുമെന്ന് ഏതാണ്ട് ഉറപ്പായി. UDF-ന്റെ 6 വനിതകളിൽ വിജയിച്ചെത്തിയ ഏക സംവരണ അംഗമാണിവർ. ആകെയുള്ള 14 സീറ്റിൽ 11-ലും UDF മാള ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു. പൊയ്യ പഞ്ചായത്തിൽ UDF-ലെ ഔസേപ്പച്ചൻ തോമസ് പ്രസിഡന്റാവുമെന്നാണ് സൂചന. വാർഡ് 13 പൊയ്യയിൽ നിന്ന് വിജയിച്ച അംഗമാണ് ഔസേപ്പച്ചൻ തോമസ്. യുവാവായ ഒരാളെ പരിഗണിക്കുന്നതിലൂടെ പുതിയ മാറ്റങ്ങൾക്ക് കോൺഗ്രസ് ശ്രമിക്കുന്നു. അന്നമനടയിൽ പഞ്ചായത്തിൽ അന്നമനട വെസ്റ്റ് വാർഡ് 4-ൽ നിന്ന് വിജയിച്ച സുനിത സജീവൻ പ്രസിഡന്റായേക്കും. വാർഡ് 2 വെള്ളൂർ നോർത്തിൽ നിന്ന് വിജയിച്ച ആനി ആന്റുവിനെയും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം എത്തിയപ്പോൾ ടോസ് ലഭിച്ച LDF 5 വർഷം പൂർത്തിയാക്കി ഭരിച്ചു. ഇത്തവണ പക്ഷേ UDF-ന് ഭയാശങ്കയില്ലാതെ ഭരിക്കാം. 20 സീറ്റിൽ 14 നേടി വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ UDF വിജയിച്ചത്. കുഴൂർ പഞ്ചായത്തിൽ തുമ്പരശ്ശേരി വാർഡ് 3-ൽ നിന്ന് വിജയിച്ച സിൽവി ടീച്ചറാകും പ്രസിഡന്റ്. അതേസമയം വാർഡ് 13 പൂത്തുരുത്തിയിൽ നിന്ന് ജയിച്ച ബിജി വിൽസനെയും പരിഗണിച്ചേക്കുമെന്നറിയുന്നു. ഇവർക്ക് 2 പേർക്കും ഇടവിട്ട കാലയളവ് വീതം പ്രസിഡന്റ് സ്ഥാനം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മാള പഞ്ചായത്തിൽ വാർഡ് 13-ൽ നിന്ന് വിജയിച്ച PK രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് സാധ്യത. 21 സീറ്റുകളുള്ള മാള പഞ്ചായത്തിൽ ഒരു സ്വതന്ത്രയടക്കം 9 നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് LDF. 8 സീറ്റുകൾ നേടിയ UDF തൊട്ടുപിറകിലുണ്ട്. 4 വാർഡുകൾ നേടിയ BJP-യുടെ നിലപാടുകൾ ഇവിടെ നിർണായകമാകും. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ PK രാധാകൃഷ്ണൻ തന്നെ പ്രസിഡന്റായി തുടരും. ആളൂരിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒരൊറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ല. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മീഡിയ ടൈം മാള. LDF UDF മുന്നണികൾക്ക് 9 വീതം സീറ്റുകളുമായി ഭരണപ്രതിസന്ധി നിലനിൽക്കുന്ന ചേന്നമംഗലം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. CPM വിമതനായി മത്സരിച്ച് ജയിച്ച ഫസൽ റഹ്മാന്റെ നിലപാടാകും പഞ്ചായത്ത് ഭരണം ആർക്കെന്ന കാര്യത്തിൽ നിർണായകമാവുക. ഇരു മുന്നണികളും ഇതുവരെ ഫസലിന്റെ പിന്തുണ തേടിയിട്ടില്ലെന്നാണ് അറിയുന്നത്. പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്ന ആവശ്യമാണ് ഫസൽ മുന്നോട്ട് വയ്ക്കുന്നത്. പുത്തഞ്ചിറ കൊമ്പത്തുകടവ് 11-ാം വാർഡ് നിയുക്ത മെമ്പർ വാസന്തി സുബ്രഹ്മണ്യനെ CPM പ്രവർത്തകൻ ജാതീയമായി അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് UDF പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തങ്കപ്പൂ നഗറിൽ നിന്ന് കൊമ്പത്തുകടവിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു.
വാസന്തി സുബ്രഹ്മണ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ അതിശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യങ്ങൾ. KN സജീവൻ അധ്യക്ഷത വഹിച്ചു. PI നിസാർ, VA നദീർ, T പ്രവീൺ, വാസന്തി സുബ്രഹ്മണ്യൻ, PC ബാബു, ജോപി മങ്കിടിയാൻ, അനൂപ് ആനപ്പാറ എന്നിവർ സംസാരിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് പെൻഷൻ ദിനം ആചരിച്ചു. യൂണിയൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TH വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രൂപ്പാണ് ഒരുവിധം കാര്യങ്ങളും ഈ ഇതിൽ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ചിലതിന് മറുപടി ഉണ്ട്, ചിലത് അറിയിക്കാമെന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങളിത് സമാന രീതിയിൽ വന്നത് അതേപോലെ കൈകാര്യം ചെയ്യുമെന്നാണ് അവർ സൂചിപ്പിച്ച് തരുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിളിക്കണം എന്നാണ് നമ്മളുടെ KSRTCയിലെ പെൻഷൻകാർ എല്ലാവരും വിളിച്ച് ഈ പരാതി സൂചിപ്പിക്കണമെന്നാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞ ഒരു കേസുള്ളൂ. ഞങ്ങളുടെയൊക്കെ സർവീസ് ബുക്കിലുള്ള ഡേയ്സിനോൺ മാത്രം കണക്കാക്കുക, നിങ്ങളൊന്ന് നോക്കിക്കോളൂ, എന്നിട്ട് അതിനും കൂടി ഒരു മറുപടി വേണമെന്നാണ് പറഞ്ഞു. കാരണം ഇവരെ അധികാരത്തിലെത്തിക്കാൻ സമരം ചെയ്തതിൻ്റെ വെളിച്ചത്തിലുള്ള ഡേയ്സിനോൺ വന്നത്, അല്ലാതെ വേറെ ജയിലിൽ പോയി മറ്റേ കൊലക്കേസോ ക്രിമിനൽ കേസോ ചെയ്തിട്ടല്ലോ. യൂണിറ്റ് പ്രസിഡന്റ് MO വർക്കി അധ്യക്ഷത വഹിച്ചു. PC രവി, മുരളീധരൻ, CK തിലകൻ, NC വേലായുധൻ എന്നിവർ സംസാരിച്ചു. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ദധ്യന്ന മാസാചരണത്തിന് തുടക്കമായി. ദധിയും അന്നവും ചേർന്ന നിവേദ്യമാണ് ദധ്യന്നം. ധനുമാസ നാളുകളിൽ ക്ഷേത്രത്തിൽ ഉദയത്തിനു മുമ്പേ ക്ഷേത്ര നട തുറന്ന് അഭിഷേകത്തിന് ശേഷം ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കും. ധനുമാസം 1 മുതൽ 30 ദിവസവും ഭഗവാന് ദധ്യന്നം നിവേദിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുതുക്കാടിനടുത്ത് നന്ദിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ദധിയും അന്നവും ചേർന്ന നിവേദ്യമാണ് ദധ്യന്നം. സൂര്യോദയത്തിന് മുമ്പായിട്ടാണ് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ഭഗവാന് ദധ്യന്നം നിവേദിക്കുന്നത്. ധനുമാസ നാളുകളിൽ ക്ഷേത്രത്തിൽ ഉദയത്തിന് മുൻപേ ക്ഷേത്രനട തുറന്ന് അഭിഷേകത്തിനു ശേഷം ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കും. ഉണക്കലരി, പച്ചക്കുരുമുളക്, തൈര്, ഉപ്പുമാങ്ങ, ഇഞ്ചി എന്നിവ ചേർത്താണ് ദധ്യന്നം പാകം ചെയ്യുന്നത്. ചടങ്ങുകൾക്ക് തന്ത്രിമാരായ രാപ്പാൾ, കിഴക്കിനിയടം, പറപ്പൂക്കര, നടുവം എന്നിങ്ങനെ 4 ഊരാഴ്മ ഇല്ലങ്ങളിലെ ബ്രാഹ്മണ ശ്രേഷ്ഠരും മേൽശാന്തി നന്ദിക്കര നടുവത്ത് പ്രദീപ് നമ്പൂതിരിയുമാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ദിവസവും രാവിലെ നാരായണീയ പാരായണവും വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും. മീഡിയ ടൈം, പുതുക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇടഞ്ഞ ആനയെ തളച്ചു. ദേവസ്വം കൊമ്പൻ ശ്രീധരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. സംഭവം വിളക്കെഴുന്നള്ളിപ്പിനിടയിൽ. മാള ബ്ലോക്ക് പഞ്ചായത്തിലും അതിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിലും അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. മുന്നണികൾക്ക് 9 വീതം സീറ്റുകളുമായി നിലനിൽക്കുന്ന ചേന്നമംഗലം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ദധ്യന്നം മാസാചരണത്തിന് തുടക്കമായി. ധനുമാസ നാളുകളിൽ അഭിഷേകത്തിന് ശേഷം ഭഗവാന് ഈ നിവേദ്യം സമർപ്പിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.